أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. നമസ്കരിക്കുന്നവരെ അവർക്ക് നരകമാണെന്ന് ഖുർആൻ, നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഈ ആയത്തെടുത്തുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഇതാ ഓടി വരികയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാ വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ, ഇതിന്റെ വിവക്ഷ എന്തേ? ഇതിന്റെ വ്യാഖ്യാനം എന്തേ? എന്തിനാണ് പിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നത്? നമസ്കരിച്ചിട്ട് എന്ത് പുണ്യമാണുള്ളത്? നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് വല്ലാത്ത വിഷമമായി, പ്രയാസമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാ. സഹാബാക്കൾ കടന്നു വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ്, ഉമറേ ഐ അഖറുഹാ അൻ ഔഖാതിഹാ, ഏതൊരു വഖത്ത് നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നമസ്കരിക്കാതെ ആവശ്യമില്ലാതെ ആ സമയത്തെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നരകമാണ്. അവർ നമസ്കരിച്ചത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഹബീബായ തങ്ങളെ സഹാബാക്കളെ അറിയിക്കുകയാണ്. അവിടെയും അപ്പം ഇമാത്തത്തു സ്വലാ, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരും. ഇനി ചില ആളുകൾ മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിക്കും. മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിച്ചിട്ട് മസ്ജിദിൽ ഇമാമും ജമാഅത്ത് നടക്കുമ്പോ ആ മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ അവരുടെ വീടുകളിൽ തന്നെ അവർ നമസ്കരിക്കുകയാ. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദി, വീടിന്റെ പള്ളിയുടെ പരിസരത്തുള്ള വീട്ടുകാരുടെ നിസ്കാരം മസ്ജിദിലല്ലാതെ ശരിയാവൂല. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമ്മി മക്തൂം, കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ ഉമ്മി മക്തൂം, ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ല നബിയേ. ഫഹല്ലീ റുഖ്സത്തുൻ അൻ നുസല്ലിയ ഫീ ബൈതി, എനിക്ക് എൻ്റെ വീട്ടിൽ നമസ്കരിക്കാൻ അവസരമുണ്ടോ നബിയേ, അനുവാദമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ സമിഅതൽ അദാൻ, ഉമ്മ മക്തൂമേ ബാങ്ക് വിളി കേൾക്കുമോ? ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമോ? കണ്ണിനല്ലേ നിനക്ക് കുഴപ്പമുള്ളത്, കാതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് വിളി കേൾക്കാൻ കഴിയും പ്രവാചകരെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹയ്യ ഹലാ, എങ്കിൽ മസ്ജിദിൽ വന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കണേ ഉമ്മി മക്തൂമേ. കണ്ണിന് കാഴ്ചയില്ല, കൂട്ടിക്കൊണ്ടുവരാൻ ബൈസ്റ്റാൻഡില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മസ്ജിദിൽ വന്ന് നിസ്കരിക്കണം. മസ്ജിദിൽ വന്ന് മസ്ജിദിൽ ഇമാമിനെയും ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കി മസ്ജിദ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിലൂടെ നിസ്കരിച്ചാൽ മതിയാവും. ഇനി മസ്ജിദ് ഉണ്ടാക്കും ഒരു കാലഘട്ടം വരും. മസ്ജിദ് നബി പറഞ്ഞതാണ്, മസ്ജിദ് ഉണ്ടാക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദി, മസ്ജിദുകൾ കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല തന്നെ.
കോടാന കോടികൾ കൊണ്ട് പള്ളികൾ ഉണ്ടാക്കും, വലിയ വലിയ കുബ്ബകൾ ഉണ്ടാക്കും, വലിയ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമസ്കരിക്കാൻ ആ പള്ളിയുടെ ഉള്ളിൽ ആരുമില്ല. ആ മസ്ജിദ് കൊണ്ട് മഹല്ല് നിവാസികൾ പ്രൗഢി നടിക്കുകയാ. 50 കോടിയുടെ മസ്ജിദാണ്, 60 കോടിയുടെ മസ്ജിദാണ്, 40 കോടിയുടെ മസ്ജിദാണ്. ഈ നാട്ടിലെങ്ങുമില്ലാത്ത മാർബിളാണ്, ഗ്രാനൈറ്റ് ആണ്, ബ്രൂണയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങ് ലോകത്തുള്ള ഏറ്റവും വില കൂടിയ മാർബിളാണ് ഞങ്ങളുടെ മസ്ജിദിലുള്ളത് എന്ന് മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേയില്ല. നബീന റസൂലുള്ളാഹി അതും പറഞ്ഞു. പ്രൗഢി നടിക്കുന്നില്ല ആൾക്കാർ ഓരോ പള്ളി കൊണ്ട്. ഇതൊന്നും എൻ്റെ വാക്കല്ല, ഉസ്താദന്മാർ ആലിമ്യങ്ങളിൽ പോയിട്ട് ഇതൊക്കെ ഹദീസുകളാണ്. സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മാ ഉമിർതു ബിതശ്യീദിൽ മസാജിദ്, അടിച്ചുപൊളി പള്ളി ഉണ്ടാക്കാൻ എന്നോട് എൻ്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. നിസ്കരിക്കാൻ ആളുണ്ട്, സൗകര്യത്തിന് നല്ലൊരു മസ്ജിദ് വേണം, നല്ല പള്ളി വേണം. പക്ഷേ അവരുടെ പണത്തിൻ്റെ ഇതനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ. പക്ഷെ നിസ്കരിക്കാനോ മാഫി നഫർ, നിസ്കരിക്കാൻ ആരുമില്ല, മലക്കുകൾ മാത്രം. അടിപൊളി പള്ളിയാണ്, നിസ്കരിക്കാൻ ആളില്ല, അതാണല്ലേ പ്രശ്നം. നീ നിസ്കരിക്കാൻ ആളുകൾ വന്നാലോ ഫിത്നയും ഫസാദും. പിന്നെ നമ്മുടെ നിസ്കാരം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം വരുമത്രേ വതുക്സറു സുഫൂഫ് വതുതവ്വലുൽ മനാബിർ വതുക്സറു സുഫൂഫ്. ഘോര പ്രഭാഷണം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വതുതവ്വലുൽ മനാബിർ, മിമ്പറുകളൊക്കെ നീളം കൂടുന്നു, പ്രഭാഷണത്തിന്റെ വേദികൾ അധികരിക്കും. ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം, ഞങ്ങളെ പ്രഭാഷണ തൊഴിലാളികൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും വറകന ഉലമാഉക്കും ഇലാ വുലാതിക്കും ഫഅഹല്ലു ലഹും അൽ ഹറാമ വഹറമു അലൈഹിം അൽ ഹലാല فأفتوهم بما يشتهون إن من اقتراب الساعة. അല്ലാഹു അക്ബർ. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം, ഖിയാമത്ത് നാളിന്റെ അടയാളം പ്രവാചകന്റെ പുലരുന്ന പ്രവചനം. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, നിങ്ങളുടെ നാട്ടിൽ ഘോര പ്രഭാഷണങ്ങൾ അരങ്ങേറ്റം നടത്തുന്ന കാലം വന്നാൽ, ഭയങ്കര പ്രസംഗം, ഉളിയത്തെടുക്ക, ബദിയെടുക്ക, അടുക്കത്തെടുക്ക, പരയടുക്ക, എല്ലാ അടുക്കകളും പടക്ക് പ്രസംഗങ്ങളോടെ പ്രഭാഷണം. ഇന്നൊന്ന് നെറ്റിൽ നിങ്ങൾ നടിച്ചു നോക്ക്, ഓരോ ഉസ്താദന്മാർ അടിപൊളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ വേണമെങ്കിലും കേൾക്കാം, എവിടെ വേണേലും കേൾക്കാം. സംഭവം ശരിയല്ലേ? ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രഭാഷണം നടത്തുന്നു പറഞ്ഞിട്ട് ഹദീസ് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, ഘോര പ്രഭാഷണം നടത്തുന്ന വേദികൾ അധികരിച്ചാൽ, വറകന ഉലമാഉക്കും ഇലാ വുലാതിക്കും, നിങ്ങളുടെ പണ്ഡിതന്മാര് സമ്പന്നന്മാരുടെയും അധികാരികളുടെയും അടിത്തട്ടിലേക്ക് പോയി വീണാൽ, അവരെ സോപ്പിട്ട് ചമച്ചടിക്കാൻ അവരുടെ പിന്നാലെ പോയാൽ, ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വകൾ അനുകൂലമായി അവർക്ക് നൽകിയാൽ. ബാങ്കിൽ നിന്നൊക്കെ പലിശ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ്, അത് ഹലാൽ, അത് പൈസ നമ്മുടെ കച്ചവടത്തിന്റെ ബെനിഫിറ്റ് അല്ലേ, അത് അല്ലേ കുഴപ്പമില്ല. അല്ലെ പലിശ എന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല ജൈസ്. വണ്ടി CC നമുക്ക് കണക്ക് കാണിക്കേണ്ടി വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ എടുക്കാം. അങ്ങനെയുള്ള ചില ആളുകൾ വേണ്ട. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നാമിയും പറയുന്ന ശക്തി കുറവ്. എൻ്റെ വാക്കല്ല, പള്ളിയുടെ തിരുമുറ്റത്തിരുന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പറ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് ഈ പറയുന്നത്. അല്ല എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ദേഷ്യപ്പെട്ട ആരോടായിരിക്കും ദേഷ്യപ്പെടേണ്ടത്? നഊദു ബില്ലാഹ്. അള്ളാന്റെ റസൂലിനോട് ദേഷ്യപ്പെട്ട പോയി മൊത്തം പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ,
അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും എന്തെങ്കിലും മസല ചോദിച്ചിട്ട് വന്നാൽ എനിക്കറിയില്ല എന്ന് പറയും. നിങ്ങൾക്ക് പിന്നെ അറിയില്ല, നിങ്ങൾ പിന്നെ വലിയ ഫഖീഹാട്ടിക്കുന്നു. നിസ്ഫുൽ ഇൽം ലാ അദ്രി. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് പകുതി ഇൽമാണ്, അവൻ്റെ ഇൽമിൻ്റെ പകുതി എന്ന് എനിക്കറിയില്ല. അല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഒരാൾക്ക് അനുകൂലമായ ഫത്വ നമ്മൾ കൊടുക്കണ്ട, അനുകൂലമായത് കൊടുക്കണ്ട. ഹലാലിനെ ഹറാമാക്കുന്ന ഒരു കാലം വരുമത്രേ, ഹറാമിനെ ഹലാലാക്കുന്ന കാലം വരുമത്രേ, ഹലാലിനെ ഹറാമാക്കുന്ന കാലം വരുമത്രേ. ഹറാം ഹലാലാകും, ഹലാല് ഹറാമാകും. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് തെറ്റുകിട്ടില്ല മക്കളെ, തെറ്റുകിട്ടില്ല കേട്ടോ. ഒരു ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫീ റിവായത്തിൻ ആഖിറ, മറ്റൊരു ഹദീസിൽ കേൾക്കാം, സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ ബികും ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ. ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ അനുവദനിക്കപ്പെടുന്നതായിട്ട്, അനുവദനീയമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാലം വന്നാൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയവകളെ ഹലാലാക്കുന്ന അനുവദിക്കുന്ന കാലം വരികയും, ഇസ്ലാം ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങളെ ജനങ്ങളെ തിരസ്കരിക്കുന്ന നിഷേധിക്കുന്ന കാലവും വന്നാൽ, സഹാബാ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ, ഖാലു സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, ഇതിനേക്കാൾ കഠോരമായ കടുപ്പമായത് സംഭവിക്കും സഹാബാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുൻകറിനെ മഅറൂഫായി കാണും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത് ഹറാമാണ്, ഇത് ചെയ്യരുത്, ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കിയാൽ ഉലമാക്കളെ അവരെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അംഗീകരിക്കും അവർ. ഇപ്പൊ പന്തുകളി കാണണ്ട, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ പോവല്ലേ, നിങ്ങൾ ഇത്രയും ഫ്ലക്സ് അടിച്ചിട്ട് പൈസകൾ കളയില്ലെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ച ഉടനെ കമന്റ് ഉലമാക്കെതിരെയാണ്. അതങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായത്. ഇത് പുലരുന്ന പ്രവചനങ്ങളാണ്, ഹബീബായ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, നന്മ തിന്മയായി മാറുകയും തിന്മ നന്മയായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, അതിനേക്കാൾ കടുപ്പമുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ തഗാ നിസാഉകും വഫസഖ ഫിത്യാതുകും കൈഫ ബികും. ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും സഹാബ? എപ്പോഴാണ് ഇദാ തഗാ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ തരുണികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ അവർ നടു റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വന്നാൽ, അവർ പരസ്യമായി അവർ കൈകൊട്ടി, പരസ്യമായി അവർ ഓണത്തിന്, പരസ്യമായി ഉത്സവങ്ങൾക്ക്, പരസ്യമായി അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് ചിലങ്കകൾ അണിഞ്ഞുകൊണ്ട് അവർ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ, വഫസഖ ഫിത്യാതുകും, നിങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾ അഴിഞ്ഞാടുകയും അഹങ്കരിക്കുകയും മദ്യത്തിന്റെയും മദിരാശികളുടെയും ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടം വന്നാൽ, കൈഫ ബികും സഹാബത്തെ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അത്ഭുതത്തോടെ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ സ്വഹാബത്തിന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നഹാ ലകായിനു യാ റസൂലല്ലാഹ് അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കും
സംഭവിക്കുവോ നബിയേ? അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളൊക്കെ ആ കാലത്തിലേക്ക് നോക്കിയിട്ട് ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെയല്ലേ ഞാനടക്കം പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ ഇരുണ്ട യുഗം ഈ വർത്തമാന കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടല്ല സഹോദരാ. ആണും പെണ്ണും പരസ്യമായിട്ട് നടു റോഡിൽ അഴിഞ്ഞാടുന്നതിനെതിരെ ഉലമാക്കൾ മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഗർജിച്ചാൽ ആ ഉലമാക്കളെ നാണം കെടുത്തുന്ന കാലഘട്ടമല്ലേ? അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി ചോദിച്ചു. പക്ഷെ അങ്ങനത്തെ കാലം അല്ലേ ഇത്? ഞാനിപ്പോ ഓരോന്നോരോന്ന് ചോദിക്കുമ്പം അങ്ങനത്തെ കാലഘട്ടം അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്ന് മറുപടി പറയണം. ആണെങ്കിൽ ആണ് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇപ്പൊ ഡാൻസ് നൃത്തം ചവിട്ടിയില്ലേ? തലയിൽ തട്ടമൊക്കെ ഇല്ലേ? നമ്മള് ഇല്ലേ? പല പള്ളി തിരുപ്പള്ളി നല്ല തലയിൽ തട്ട വിട്ട് നല്ല മക്കനായിട്ട് ഒതുവും കൂടെ എടുത്ത് കാണും. അതവോട് കൂടിയാണ് മക്കനായിട്ടിട്ട് പാട്ട് പാടി ഭയങ്കര തുള്ളിച്ചാട്ട് ഫേസ്ബുക്കിൽ വരട്ടെ, വാട്സപ്പിൽ വരട്ടെ. അതിന്റെ പിന്നാലെ ആടാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് നെഞ്ചെല്ലാം കടന്ന് എന്താ ആട്ടം, ദുബറെല്ലാം കടന്ന് എന്താ ആട്ടം, മൊത്തത്തിൽ ആട്ടത്തോടെ ആട്ടാണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ ചോദിക്കാണ്ടോ? ആ ദുബറിന്റെ മാത്രം ഫോട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുക്കും. അത് മാത്രം കടന്നാടും ഇങ്ങനെ. ഇതങ്ങൾ പറഞ്ഞ ഇതാ ഇല്ലേ ഉസ്താദ്? ഇല്ല, ഇങ്ങനെ ഇല്ലേ? വാട്സപ്പിൽ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്കിത് കാണുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇതാ നിസാഉക്കും, നിങ്ങളുടെ നിസാക്കൾ ഇങ്ങനെ അർമാദിക്കാണ്, അഹങ്കരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അത് വന്നില്ലേ? ആണും പെണ്ണൊന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയും മടിയിലിരിക്കുകയും മടിയിൽ കിടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും പരസ്പരം റോഡിന്റെ സൈഡിൽ വെച്ച് വ്യഭിചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടമല്ലേ അത്? ലാ തഖൂമുസ്സാ ഹത്താ യതഫാസദന്നാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ലോകമസ്തമിക്കുകയേ ഇല്ല. ഈ സമുദായം മൃഗങ്ങളെ പോലെ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. അതുകൊണ്ടോ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാലും മൃഗങ്ങൾക്ക് ഇപ്പൊ എന്താ? അവർക്കിപ്പോ ഔറത്തിന്റെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. എനിക്ക് മുണ്ടുണ്ടോ, നിക്കറുണ്ടോ, വർമൂട ഉണ്ടോ എന്നൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. ഇത് ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ പള്ളിയാണോ മദ്രസയാണോ, ഇത് ജംഗ്ഷനാണോ, ജനങ്ങളുണ്ടോ, ജനവാസ കേന്ദ്രമാണോ, ഇതൊന്നും മൃഗങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വന്നാൽ അത് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടി കയറില്ല തന്നെ. ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ഇതേപോലെ എൻ്റെ സമുദായം അധപ്പതിക്കുന്ന ഒരു കാലം വരും. ആ കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലത്തെ കാലമല്ലേ? അടുത്ത അതിൽ പറഞ്ഞുതരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശ്ശിയൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ് ഐ യസ്നി ബിഹാ ഫീ ഖാരിഅതി ത്വരീഖ്. വഴിയോരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. ഇത് കേട്ടപ്പോ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? പരസ്യചുംബനം ഇല്ലേ? ഇല്ല പരസ്യചുംബനം ഉണ്ടെന്നില്ല. നിങ്ങൾ മിണ്ടിയാലേ ഞാൻ അടുത്ത് പറയുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഈ ബദരിയ മസ്ജിദിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഉളയത്തടക്കക്കാർ നിങ്ങൾ തീരുമാനിക്കണം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണിത്. ഇത് പറയുമ്പോൾ ഈ ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉസ്താദെ, ഈ
ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇത് ഞാൻ ഈ പറയുന്നത്. ഇത് സംഭവം ശരിയല്ലേ? 4 മൈലിലോട്ട് വാ, വിദ്യാനഗറിലോട്ട് വാ, കാണിച്ചാൽ 4 മണി സമയത്ത് വാ, റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ, ബസ് സ്റ്റാൻഡിലേക്ക് വാ, ആണാണ് പെണ്ണാണ് കാണിച്ചു തരാന്നല്ലേ എന്റെ അർത്ഥം. റോഡിന്റെ സൈഡില് പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കാണ്, പരസ്യമായിട്ട് ചുംബിക്കാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. അതും നബി തങ്ങൾ പറഞ്ഞു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് ശരിയല്ലേ, നമ്മളെങ്ങാനും പോയി എതിർക്കാൻ പറ്റുമോ? നമ്മൾ എതിർത്താൽ ഉസ്താദ് എങ്ങാനും പോയി എതിർത്താൽ പറയും ഉസ്താദ് എന്നെ പിടിക്കാൻ വന്നു എന്ന് പറയും, തീർന്നു. നമുക്ക് IPC 212 നമ്മളകത്ത് കിടക്കേണ്ടി വരും. പിടിച്ചവൻ വെളിയിലും നമ്മളകത്തണം. അതുകൊണ്ട് നമ്മൾ മിണ്ടൂല. യാ അല്ലാഹ്, നമുക്ക് മുന്നിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ പറയാ. നമ്മുടെ ഹക്ക്, ആലിമീങ്ങളുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു. അവര് സ്വീകരിക്കുന്നു, തിരസ്കരിക്കുന്നു, അത് അല്ലാഹു അലം. നമ്മുടെ ബാധ്യതയാണിത്. ഇത് ശരിയല്ലേ? നബി തങ്ങൾ പറഞ്ഞതാണ്, പ്രവാചകന്റെ പുലരുന്ന പ്രവചനങ്ങൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പരസ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു. ഹത്താ തൂജദൽ മർഅത ജഹാറൻ നഹാറൻ തുൻകഹു വസ്ത ത്വരീഖ്. രാത്രിയല്ല കേട്ടോ, പാതിരാത്രിയല്ല കേട്ടോ, പകലിന്റെ വെളിച്ചത്തിലാണ് പരസ്യമായി നടുറോഡിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്ന ഒരു കാലം ഈ സമുദായം കാണാതെ ലാ തഖൂമുസ്സാ, ഈ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ, ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. അന്ന് ഘോരഘോര പ്രഭാഷണങ്ങൾ നടക്കും. തുതവ്വലുൽ മനാബിറു, പ്രസംഗം ഭയങ്കരമായിട്ട് നടക്കും. വല്ല കുറവുണ്ടോ? വതുക്സറു സുഫൂഫ്, പള്ളികളിൽ ഭയങ്കരമായിട്ട് ആള് കൂടും നിസ്കരിക്കാൻ. വഖുലൂബുഹും മുതബാഗിള, ആ നമസ്കരിക്കാൻ വരുന്നവരുടെ കൽബുകൾ ക്രോധവും കോപവും കൊണ്ട് ജ്വലിക്കുമത്രേ. വൽ അൽസിനു മുഖ്തലിഫ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ നാവുകളെല്ലാം വിഭിന്ന ഭാഷകളായിരിക്കും. വനവാലുഹും അൽഇഫാ, ആ നമസ്കരിക്കാൻ വന്നവരുടെ ലക്ഷ്യം അധികാരമാണ് കേട്ടോ, ഈ മസ്ജിദിന്റെ അധികാരമാണ് കേട്ടോ. അല്ലാഹ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മസ്ജിദിൽ കൂടിയവരല്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, നഅം യാ സൽമാൻ, അങ്ങനെയൊക്കെ സംഭവിക്കും സൽമാൻ. ഇൻദദാലിക, ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ ഓർക്കണേ, യലീ, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഖൗമുൻ, ഒരു വിഭാഗമാണ്. ജുസസുഹും ജുസസുന്നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ. വഖുലൂബുഹും ഖുലൂബുശയാത്തീൻ, അവരുടെ കൽബുകൾ പിശാചിന്റെ കൽബുകളാണ്. ഇൻ തകല്ലമു, അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ ഖതലൂഹും, തട്ടിക്കളയും കേട്ടോ. വ ഇൻ സകതൂ, ഇനി മിണ്ടാതെ നിങ്ങൾ കഴിഞ്ഞാലോ ഇസ്തബാഹൂഹും, ആ നിയമങ്ങൾ അതിന്റെ പിന്നാലെ അവർ അത് പാസാക്കും. മിണ്ടാൻ പറ്റുമോ അധികാരികൾക്കെതിരെ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്ത് വന്നാലും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റൂല. മിണ്ടിയ ഈടി വരും. അതുകൊണ്ട് ആരും മിണ്ടൂല. എനിക്ക് എൻ്റെ കാര്യമാണ്, എനിക്ക് എൻ്റെ ജീവിതമാണ്, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, മിണ്ടാൻ പറ്റൂല. ഇൻ തകല്ലമു ഖതലൂഹും, അതിന്റെ അർത്ഥം തന്നെയാണ്, അവനെ പിന്നെ അങ്ങോട്ട് ഒന്നും ഇല്ലാതാക്കി കളയും. ഇനി മിണ്ടാണ്ടിരുന്നാലോ ആ നിയമം അവർ പാസാക്കും. ഇസ്തബാഹൂഹും, ആ നിയമം അവർ പാസാക്കും. ഇസ്ലാമിന്റെ എത്ര നിയമങ്ങളാ ഇങ്ങനെ മാറ്റി കൊണ്ടുപോയത്.
നമ്മൾ എന്തെങ്കിലും മിണ്ടിയോ അവസാനം ഓരോന്നോരോന്നോ സംഭവിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം യാ സൽമാൻ വ ഇൻദഹാ, അങ്ങനെ സംഭവിക്കുമ്പോൾ ഓർക്കണേ, അൽ മുഅ്മിനു യംശി ബൈനഹും ബിൽ മഖാഫ, ഇവരുടെ ഇടയിലൂടെ സത്യവിശ്വാസികൾ നടന്നു പോകുന്നത് വളരെ ഭയന്ന് വിറച്ചിട്ടായിരിക്കും കേട്ടോ. അവനൊരു മുസ്ലിമാണെന്ന് പോലും പറയാൻ മടിക്കുന്ന കാലഘട്ടമായിരിക്കും അത് സഹാബ. അൽ മുഅ്മിനു ബൈനഹും യംശി ബിൽ മഖാഫ, പേടിച്ചിട്ടോ അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അവന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മക്ക് നമ്മുടെ തടിച്ചലാമത്താക്കൽ തന്നെയാണ്, മിണ്ടാണ്ട് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അങ്ങനെയല്ല ഇപ്പോ, അവനവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കല്ലേ. ഹബീബായ തങ്ങൾ പറഞ്ഞ കാലഘട്ടം വെറുതെയാണോ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കരിക്കാൻ ആള് വരും, പക്ഷെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? മുറ്റത്ത് ചർച്ച വേറെ. നാവുകളെല്ലാം പല ഭാഗങ്ങളിലായിരിക്കും. എടാ, ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട്, ഒരു ഖിബലയിലേക്ക് നിസ്കരിച്ചിട്ട്, ഒരു ഫാത്തിഹ, ഒരു സൂറത്ത് ഓതി നിസ്കരിച്ച്, ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് എല്ലാവരും ആമീൻ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ എന്താ ഇത്ര ശബ്ദം? എന്താ ഇത്ര ചർച്ച? നബിതങ്ങൾ പറഞ്ഞതാണ്, ആ നമസ്കാരമാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളവുമായി നബിതങ്ങൾ പെടുത്തിയത്. ഇമാതത്തുസ് സ്വലാ, നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ അടയാളങ്ങൾ കേട്ടോ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നീചവും നികൃഷ്ടവുമായ സ്വഭാവങ്ങളെ ഒരാളിൽ നിന്ന് തടഞ്ഞില്ല എങ്കിൽ അവന്റെ നമസ്കാരം ശരിയായിട്ടേ ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ നിസ്കാരം കൊണ്ട് നീ നന്നായിട്ടില്ല എങ്കിൽ ഇതിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൈകൊട്ടുമ്പോൾ ചിന്തകൾ വേറെയാണ്, വേറെ ലക്ഷ്യമാണ്, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്, ഇഷ്ടമുള്ളപ്പോൾ പോയി നിസ്കരിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുൽ ഖാസിറൂൻ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ ദുനിയാവിന്റെ കച്ചവടങ്ങളാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, സാമൂഹ്യപരമായ ബന്ധങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, വിവാഹവേളകളാകട്ടെ, സദ്യകളാകട്ടെ, എന്ത് പരിപാടികളാകട്ടെ, നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഈ ഇടപാടുകളൊന്നും നിങ്ങളെ തളർത്താതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കുടുംബത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കച്ചവടത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം ഭൗതികമായ കാര്യങ്ങൾക്ക് അവൻ നൽകിയാൽ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാ. അതുകൊണ്ടാണ് ചില ആളുകൾ നിസ്കരിച്ചിട്ടൊരു ഗുണം ഉണ്ടാവുന്നില്ല, കുടുംബത്തിൽ ഖൈറില്ല, വീട്ടിൽ ബർക്കത്തില്ല, ഇവൻ നിസ്കരിച്ചിട്ട് ഇവനൊരു ഗുണം ഉണ്ടാവുന്നില്ല. എന്ത്? അതിൻ്റെ ചിട്ടയോടെ, അതിൻ്റെ തർത്തീബോടെ, അതിൻ്റെ ഫുറൂദുകളോടെ, അതിൻ്റെ ഷുറൂത്തുകളോടെ, അതിൻ്റെ വാജിബാത്തുകളോടെ കൃത്യമായി നമസ്കരിച്ചു നോക്ക്, റബ്ബിനോട് ദുആ ചെയ്ത് നോക്ക്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം കാണും. നമ്മുടെ നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. അതിന് അള്ളാഹയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, അള്ളാഹയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇതിനൊക്കെ ഓരോന്നിനും സമയമുണ്ട്. സ്കൂൾ തുറക്കാനൊരു സമയമുണ്ട്, ഓഫീസ് തുറക്കാൻ ഒരു സമയമുണ്ട്, ട്രെയിൻ വരുന്നതിന് സമയമുണ്ട്, ഫ്ലൈറ്റ് വരാൻ സമയമുണ്ട്. ഇവിടെയൊക്കെ കൃത്യനിഷ്ഠ പാലിക്കും. നമസ്കാരം, ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചവന്റെ മുന്നിൽ പോയി സുജൂദിൽ വീടാൻ നമുക്ക് കൃത്യനിഷ്ഠ നമുക്കില്ല. അല്ലാഹ് പറഞ്ഞു ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അതിന് കൃത്യനിഷ്ഠയുണ്ട്, അതിന് പ്രത്യേകമായ സമയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് വന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ അള്ളാഹ്ക്ക് തരാൻ മനസ്സിലെങ്കിലോ, അങ്ങനെ ചോദിച്ചു മേടിച്ചവരാണ് ഔലിയാക്കള്. അവർക്ക് കിട്ടി, അവർ കൃത്യസമയത്ത് അള്ളാന്റെ വിളിക്ക് ആദ്യം ഒരു ഉത്തരം നൽകി, പിന്നെയാണ് ദുനിയാവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നത്. നമ്മൾ ദുനിയാവിന്റെ വിളിക്ക് ആദ്യം ഉത്തരം നൽകും, അള്ളാന്റെ വിളിക്ക് പിന്നീട് ഉത്തരം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് മറുപടി അള്ളാഹ് തരാത്തത്. മനസ്സിലായിക്കോ? കളി നടക്കുന്നു, ഫൈനൽ കളി നടക്കുന്നു, മഗ്രിബ് നിസ്കാരം നടക്കുന്നു. ഏതിന് മുൻതൂക്കം കൊടുക്കും? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഫൈനൽ വരുന്നു 19-ാം തീയതി 18-ാം തീയതി മഗ്രിബിന്റെ സമയത്താണെന്ന് വെച്ചോ, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ആ സമയത്താണ് ഫൈനൽ കൊടുമ്പിരി കൊള്ളുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ മസ്ജിദിലായിരിക്കുമോ പന്തിന്റെ മുന്നിലായിരിക്കുമോ? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അള്ളാഹെ കുറ്റം പറയുന്നു, മോഡിയെ കുറ്റം പറയുന്നു, BJP കുറ്റം പറയുന്നു. നടക്കൂല. നബിതങ്ങൾ പറഞ്ഞത് കേൾക്ക്. ഇതാ ഞാനിത് പറഞ്ഞിരുന്നു. ഞാൻ ഹദീസ് ഓതിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വാക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. വേണമെങ്കിൽ നെറ്റ് അടിച്ചു നോക്കിക്കോ. ഞാൻ വെറുതെ പറയാണോ ഇല്ലയോ എന്നറിയാം. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് തള്ളിയിട്ടൊന്നും പോവല്ല, ഞാൻ വെറുതെ പൊട്ടാസ് അടിച്ചിട്ടൊന്നും പോവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മിമ്പറിൽ നിന്ന് പ്രഭാഷണം നടത്തിയ ഖുത്ബകളാണ്, പ്രഭാഷണങ്ങളാണ്, ഖുത്ബകളാണ്. ആ പ്രഭാഷണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തരുന്നത്. അതാ എൻ്റെ വാക്കൊന്നും അല്ല ഇത്. എന്നെ ആരും കുറ്റം പറയുകയും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് നടക്കണം. അത് നടന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയുള്ളൂ. ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഖിയാമത്ത് നാളില്ലല്ലോ, ഇതൊക്കെ സംഭവിക്കണമല്ലോ. ചെറിയ ചെറിയ അടയാളങ്ങൾ സംഭവിച്ചു പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ഹദീസ് കാണാം. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഖതീബാ. ഞങ്ങളുടെ അരികിലേക്ക് നബി തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണവുമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഫഖാല യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ. ഏ മുഹാജിരീങ്ങളെ, ഏ അൻസാറുകളെ, ഖംസുൻ, 5 കാര്യം ഞാൻ പറയാൻ, അതൊന്ന് കേൾക്കണേ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ തകർന്നത് തന്നെ, നശിച്ചത് തന്നെ. ആയിരക്കണക്കായ സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പരിശുദ്ധ പ്രവാചകൻ ഈ പ്രഭാഷണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുകയാണ്, അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അല്ലാഹുവേ, ഈ പറയുന്ന ഒരു വിപത്തുകളും എൻ്റെ സഹാബാക്കൾക്കുണ്ടാകാതെ നീ സഹായിക്കണേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരുന്നപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് സംരക്ഷണമായിരുന്നു. നബി തങ്ങളുടെ തിരുകരങ്ങളൊന്ന് ഉയർത്തിയാൽ മതി, അല്ലാഹു ആ കൈ നിറച്ചു കൊടുക്കാതെ മടക്കുകയില്ല കേട്ടോ. ആ ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞത്, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടുത്തം വിട്ടുപോകും കേട്ടോ. അത് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല കേട്ടോ. അത് കൈവിട്ട കളിയാ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഹബീബായ തങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا. ഒന്നാമതായി നബി തങ്ങൾ പറയുകയാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് 4G ഇല്ലാത്ത കാലഘട്ടമാണ്, ഡിജിറ്റൽ ഇല്ലാത്ത കാലഘട്ടമാണ്, ന്യൂജി ഇല്ലാത്ത കാലഘട്ടമാണ്, 5G ഇല്ലാത്ത കാലഘട്ടമാണ്. ഹബീബായ തങ്ങൾ ഒരു ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്റർനെറ്റിന്റെ വർത്തമാന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടല്ലേ ഹിജാസിന്റെ ഉടമസ്ഥനായ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചത്, എന്റെ സ്വഹാബത്തെ
ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ. ഏതൊരു സമുദായത്തിലാണോ, ഏതൊരു ഗ്രാമവീഥികളിലാണോ, ഏതൊരു രാജ്യത്താണോ, ഏതൊരു നാട്ടിലാണോ അശ്ലീലങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത്, അനാശാസ്യ പ്രവർത്തികൾ കൊടുമ്പിരി കൊള്ളുന്നത്, അധാർമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതൊരു നാട്ടിലാണോ ഇല്ലാ ഫശാ ഫീഹിമുത് തഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിമുൽ ലദീന മലൂ. മാരകമായ രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടാത്ത വിപത്തുകളും തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും വഴിമാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇതെല്ലാം ആ നാടിനെ പിടികൂടാതിരിക്കുകയില്ല സഹാബ. അതിന്റെ കാരണം ആ കാലഘട്ടത്തിലെ അഴിഞ്ഞാടുന്ന യുവത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ഒരു കാലം വന്നാൽ യകൂനുൽ മതറു ഖൈലാ, കാലം തെറ്റി മഴ പെയ്യും കേട്ടോ. വൽ വലദു ഖൈലാ, നമ്മുടെ മക്കളെ പിടിച്ചാ കിട്ടൂല കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കിട്ടൂല കേട്ടോ. വാപ്പ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഉമ്മ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. വാപ്പ നമസ്കരിക്കാൻ പള്ളിയിൽ വരും, പക്ഷേ മകൻ നമസ്കരിക്കാൻ കാണില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വൽ വലദു ഖൈലാ, ആ മക്കളൊക്കെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. ലഹരിയുടെയും കഞ്ചാവിന്റെയും അടിമകളായി അതപ്പതിച്ചു പോകുന്ന കാലമായിരിക്കും സഹാബ. വതഗീദുൽ കിറാമു ഖൈലാ, ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായ മഹത്തുക്കളായ സാദാത്തുക്കളായ ആരിഫീങ്ങളായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുറബ്ബികളായ മശായിഖന്മാർ, ഉഖ്റവികളായ പണ്ഡിതന്മാരെല്ലാം തുടരെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞു പോകുമത്രേ. വതഫീലുൽ ലിആമു ഫൈലാ, അഹങ്കാരികളും തമ്മാടികളും ആ നാട്ടിൽ കൊടികുത്തി വാഴുന്ന കാലമായിരിക്കും സഹാബ.